ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഇന്ന് നമ്മൾ മണ്ഡല ആർട്ടാണ് വരയ്ക്കുന്നത്. ഇതിനു മുമ്പ് മണ്ഡല ആർട്ട് വരയ്ക്കുന്നതിനുള്ള ഷേപ്സ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം. ഇനി മണ്ഡല ആർട്ട് വരയ്ക്കുന്നതിനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലാക്ക് ജെൽ പെൻ, ഇറേസർ, പെൻസിൽ, കോമ്പസ്, സ്കെയിൽ, പ്രൊട്രാക്ടർ, A4 സൈസ് പേപ്പർ. ഇത്രയുമാണ് മണ്ഡല ആർട്ട് വരയ്ക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ്. ആദ്യം ഈ പേപ്പറിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ഈ പേപ്പറിൻ്റെ ഇത് മുതൽ ഇതുവരെയുള്ള നീളം 21 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കണം, 10.5 എടുക്കണം. അതേപോലെ ഇവിടെയും 10.5 അടയാളപ്പെടുത്തണം. ഇത് മുതൽ ഇതുവരെ 26 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കണം, 13 സെൻറ്റിമീറ്റർ എടുക്കണം. അതേപോലെ ഇവിടെയും 13 സെൻറ്റിമീറ്റർ എടുക്കണം. ഇനി ഈ 2 പോയിൻറ്റും കൂടെ യോജിപ്പിക്കണം. അതേപോലെ ഈ 2 പോയിൻറ്റും കൂടെ യോജിപ്പിക്കണം. മിഡ് പോയിൻ്റ് ജോയിൻ്റ് ചെയ്യുമ്പോൾ സെൻട്രൽ പോയിൻ്റ് കിട്ടും. ഇതാണ് ഈ പേപ്പറിൻ്റെ മിഡ് പോയിൻ്റ്. അപ്പോൾ നമുക്ക് മിഡ് പോയിൻ്റ് കിട്ടി. സെൻട്രൽ പോയിൻ്റ് കണ്ടുപിടിച്ചതിന് ശേഷം റാൻഡമായിട്ട് സർക്കിൾ വരയ്ക്കണം. ഞാൻ 8 സർക്കിളാണ് വരയ്ക്കുന്നത്. 1 സെൻറ്റിമീറ്ററിലുള്ള സർക്കിളാണ് വരയ്ക്കുന്നത്. അപ്പോൾ 8 ഡോട്ട് ഇട്ട് 1 2 3 4 5 6 7 8. അപ്പോൾ 8 സർക്കിൾ വരയ്ക്കാം. ഇതേപോലെ സെൻട്രൽ പോയിൻ്റിൽ വെച്ചിട്ട് ഈ ഡോട്ടിൻ്റെ അവിടെ നിന്ന് വരയ്ക്കണം. ഇപ്പോൾ ഒരു സർക്കിൾ വരച്ചു. ഈ ഡോട്ടിൽ വെച്ചിട്ട് സർക്കിൾ വരയ്ക്കാം. ഇതേപോലെ എല്ലാ സർക്കിളും വരയ്ക്കാം. ഇപ്പോൾ എല്ലാ സർക്കിളും വരച്ചു. അടുത്ത സ്റ്റെപ്പ് ഗ്രിഡ്സ് വരയ്ക്കണം. പ്രൊട്രാക്ടറിൻ്റെ ഈ ഭാഗം സെൻട്രൽ പോയിൻ്റിൽ വയ്ക്കണം. ഇതേപോലെ 180 ഡിഗ്രിയിൽ വയ്ക്കണം. ഇപ്പോൾ ഓരോന്നും 10 ഡിഗ്രി വീതം അടയാളപ്പെടുത്തണം. ആംഗിൾസ് തമ്മിലുള്ള ഡിഗ്രി സെപ്പറേഷൻ എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ്. അത് ഓരോന്നായിട്ട് 10 ഡിഗ്രി വെച്ച് മാർക്ക് ചെയ്യാം. ഇതേപോലെ ഈ സൈഡിലും മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ 10 ഡിഗ്രി വെച്ച് മാർക്ക് ചെയ്തു. ഇനി ഈ സെൻട്രൽ പോയിൻ്റിൽ കൂടി ലൈൻ വരയ്ക്കണം. ഈ ലൈൻസ് എല്ലാം ഈ മിഡ് പോയിൻ്റിൽ കൂടെ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ വരച്ച് കഴിയുമ്പോൾ ഗ്രിഡ് പോലെ ഫോം ചെയ്യും. ഇതുവരെ വരയ്ക്കണം. ഇനി അതേപോലെ ഈ സൈഡിലും വരയ്ക്കാം. വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഓരോ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്ത്
കിട്ടിയിരിക്കുന്നതിനെയാണ് ഗിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗിഡ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ വേണ്ടാത്ത ലൈൻസ് എല്ലാം മായ്ച്ച് കളയാം. സർക്കിൾ വരയ്ക്കുന്നതിനെയാണ് മണ്ടൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മണ്ടൽസ് വരച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ഗ്രിഡ്സും കംപ്ലീറ്റ് ചെയ്തു. ഈ 10 ഡിഗ്രിയിൽ ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഗ്രിഡ്സ്. ഇനി ഈ സർക്കിളിനുള്ളിൽ പാറ്റേൺ വരയ്ക്കാം.
ഇനി ഈ ഷേപ്പ് വരച്ചതിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മണ്ഡല ആർട്ട് വരച്ചു കഴിഞ്ഞു. ഇതേപോലെ നിങ്ങൾ വരയ്ക്കണം. കുട്ടികളെ കൊണ്ട് ഇത് വരപ്പിക്കണം. അവർക്കിത് വരയ്ക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് എളുപ്പത്തിൽ വരയ്ക്കാം. ഇത് വരയ്ക്കാൻ അത്ര പാടൊന്നുമില്ല. ഇതിൽ സർക്കിൾ വരയ്ക്കണം, ഗ്രിഡ്സ് വരയ്ക്കണം, ഷേപ്സ് വരയ്ക്കണം. ലൈൻസ് ഉണ്ട്. ലൈൻസ് അതിൻ്റെ ടോപ്സ്, ലോങ് പെറ്റൽസ്, പോയിൻറ്റഡ് പെറ്റൽസ്, ലീവ്സ്, ട്രയാങ്കിൾ, സ്പൈറൽസ്. ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.